നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി തൊടുപുഴയിൽ 5 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾ കൽപ്പന ലുലുവാണ് മരിച്ചത്. ഇടുക്കി രാജാക്കാടാണ് സംഭവം. അസം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിലിരുത്തി രാവിലെ കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ബോധരഹിതയായി കിടക്കുന്ന കുട്ടിയെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇത്രയും മണിക്കൂറുകളാണ് ആ കുട്ടി ആ വാഹനത്തിനുള്ളിൽ തനിയെ കിടന്നത്. തീർച്ചയായും ഇത് മാതാപിതാക്കളുടെ അശ്രദ്ധ തന്നെയാണ്. ഒരാളും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പലപ്പോഴായി പല സംഭവങ്ങൾ നടക്കുമ്പോൾ പറയുന്നതാണ്, കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വാഹനത്തിനുള്ളിൽ തനിച്ചാക്കി പോകരുത്, അത് പല രീതിയിലുള്ള അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു അതിദാരുണമായിട്ടുള്ള സംഭവം. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളെ വാഹനത്തിലിരുത്തി പുറത്തു പോവുകയും തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ കാറിനുള്ളിൽ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവശരായ നിലയിൽ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിനാണെങ്കിൽ കടുത്ത പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരുന്ന് വാങ്ങി നൽകിയിരുന്നെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. അതിനു മുൻപും ഈ വാഹനത്തിലിരുത്തി പോകുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. തൊഴിലിടത്തിന് സമീപത്തെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് കുഞ്ഞിനെ ഇരുത്തിയ ശേഷം ജോലിക്ക് പോയതായിരുന്നു ആസാം സ്വദേശികളായ മാതാപിതാക്കൾ. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തിയ മാതാപിതാക്കൾ കുട്ടിയെ അബോധാവസ്ഥയിൽ കാറിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. കാറിനുള്ളിൽ വായുസഞ്ചാരം ഉറപ്പാക്കിയിരുന്നുവെന്നും ഏതാനും ദിവസങ്ങളായി കടുത്ത ഛർദിയും വയറിളക്കവും ഉണ്ടായിരുന്ന കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അസുഖം കൂടിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടുമ്പൻചോല പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകും. അതേസമയം കാറിൽ കുഞ്ഞിനെ തനിച്ചാക്കി ജോലിക്ക് പോയ സംഭവത്തിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാഹനത്തിന്റെ ജനാലകൾ അടച്ചിരുന്നോ എന്നത് സംബന്ധിച്ച് വിവരമില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഉടുമ്പൻചോല പോലീസ് ആണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരു കാരണവശാലും കുട്ടികളെ കാറിൽ തനിച്ചാക്കരുത്. കുട്ടികൾ കാറിനുള്ളിൽ ഏറെ നേരം അകപ്പെട്ടാൽ സാധാരണ സംഭവിക്കുന്ന പ്രശ്നം ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹൈപ്പർ തെർമിയാണെന്ന് പല ഡോക്ടർമാരടക്കം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാറിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഊഷ്മാവ് വർദ്ധിക്കാൻ ഇടയാകും. അത് കുട്ടികളുടെ ജീവന് തന്നെ ആപത്തായി മാറാം. കാർ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് കുട്ടികൾ പുറത്താണെന്ന് ഉറപ്പുവരുത്തുക. കുട്ടി കുറെ സമയം ലോക്ക് ചെയ്ത കാറിനുള്ളിലാണ് എന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുക. അറിയാതെ കാറിനുള്ളിൽ കുടുങ്ങിയാൽ ഹോൺ അടിച്ച് ശ്രദ്ധയാകർഷിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. അടച്ചിട്ട കാറിനുള്ളിൽ നിന്ന് പുറത്തിറക്കുന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന് തണുപ്പുള്ള മുറിയിലേക്കോ താപനില കുറഞ്ഞ മറ്റൊരു വാഹനത്തിലേക്കോ മാറ്റുക. വസ്ത്രം മാറ്റി ശരീരം തണുക്കാൻ അനുവദിക്കുക. ധാരാളം വെള്ളം കുടിപ്പിക്കുക. മധുരവും ഉപ്പും ചേർത്ത ലായനികൾ ധാരാളം നൽകാം. തുണി തണുത്ത വെള്ളത്തിൽ മുക്കി ദേഹത്തിടാം. നിർജ്ജലീകരണം കൂടിയ അവസ്ഥയിലാണെങ്കിൽ കുട്ടിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ അല്പെങ്കിലും അത് വൈകി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവൻ അടക്കം അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ കർശനമായിട്ടുള്ള നടപടിയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും മാതാപിതാക്കൾ ചെയ്തു കഴിഞ്ഞാൽ എടുക്കുക. അബുദാബിയിലൊക്കെ ലോക്ക് ചെയ്ത വാഹനത്തിനുള്ളിൽ കുട്ടികളെ തനിച്ചാക്കി പുറത്തു പോകുന്ന മാതാപിതാക്കൾക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ 10 ലക്ഷം ദിർഹം വരെയും പിഴ ലഭിക്കുമെന്ന് മുൻപേ അവിടെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. കുട്ടികളെ ശ്രദ്ധിക്കാതെ വാഹനത്തിനുള്ളിൽ ഇരുത്തിയ ശേഷം ഷോപ്പിങ്ങിനോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ രക്ഷിതാക്കൾ പുറത്തു പോകുന്നത് നിയമപ്രകാരം കുറ്റകരമാണെന്ന് അബുദാബി പോലീസ് അവിടെ അറിയിച്ചിട്ടുള്ളതാണ്. മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ കുട്ടികളെ വാഹനങ്ങൾക്കുള്ളിൽ ഇരുത്തുന്നത് അപകടകരമാണ്. വീടുകളുടെ കോമ്പൗണ്ടുകൾക്കുള്ളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അശ്രദ്ധമായ ഇത്തരം പ്രവർത്തികൾ കുട്ടികളുടെ മരണകാരണമാവും എന്നതുൾപ്പെടെ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടാക്കുന്നത്. വധീമ നിയമം എന്നറിയപ്പെടുന്ന UAE ബാലാവകാശ നിയമം കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ, കാർ ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ, കുഞ്ഞുങ്ങളുള്ളവരൊക്കെ തന്നെ ശ്രദ്ധിക്കുക. കുട്ടികളെ ഇത്തരത്തിൽ തനിച്ച് വാഹനത്തിനുള്ളിലാക്കി പോകാതിരിക്കുക പരമാവധി. അഥവാ കാറിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ തന്നെ കുട്ടി കാറിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ്.